ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബ്രിഞ്ചാൾ വെച്ചിട്ടുള്ള നല്ല ഒരു വെറൈറ്റി കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല വെജിറ്റേറിയൻ ഡിഷാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 1 കിലോ ബ്രിഞ്ചാൾ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കണം. ഇത് മുറിച്ചെടുക്കുന്നത് പ്രത്യേക ഒരു ടൈപ്പിലാണ്. ഇത് നടുകെ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിയിട്ടാണ് മുറിക്കുന്നത്. ഇതിൻ്റെ ഞെട്ട് കളയില്ല, ഞെട്ടോട് കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതിന് നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആ മസാലയ്ക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്തെല്ലാം നോക്കാം. ഇവിടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ, എല്ലാം കൂടെ നമുക്ക് ഇത് കലക്കുന്നത് പുളിവെള്ളം ഒഴിച്ചിട്ടാണ്. പുളി ആദ്യം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. കുറച്ചൊരു 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പുളി ടേസ്റ്റാണ് ഈ കറിയിലെ ഹൈലൈറ്റ്. അപ്പം ഈ പുളിവെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് സാദാ വെള്ളം ഒഴിച്ച് നല്ലൊരു മസാല പോലെ നല്ല വരണ്ടിരിക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് ബ്രിഞ്ചാളിനകത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം എടുത്തിട്ടുള്ളൂ. പുളിയുടെ ആവശ്യാനുസരണം എടുത്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കി നല്ല മസാലയാക്കിയിട്ട് ഞാൻ ബ്രിഞ്ചാളിനകത്ത് പുരട്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാനിത് ബാക്കി വെള്ളമാണ് യൂസ് ചെയ്തത്, കുറച്ച് പുളിവെള്ളവും ബാക്കി വെള്ളവും. അപ്പോൾ നമുക്കിത് കലക്കി വെക്കാം. എടുത്തു വെച്ച ബ്രിഞ്ചാൾ മൊത്തമായിട്ട് ഞാൻ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാണ് ഇത് ഉണ്ടാവുക. ഇതിനൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അകത്ത് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബ്രിഞ്ചാൾ ഇതിനകത്തിട്ട് പൊരിച്ചെടുക്കാം. ഈ ബ്രിഞ്ചാൾ പൊരിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു 50% വേവാവുന്നവരെ വേവിച്ചിട്ട് ഇത് എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ബ്രിഞ്ചാൾ ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ കറി മസാല ഉണ്ടാക്കിയിട്ട് ഈ ബ്രിഞ്ചാൾ അതിലേക്ക് ഇട്ടിട്ടാണ് ഈ കറിയുടെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രിഞ്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പച്ചമുളക്, 3-4 പച്ചമുളക്, പിന്നെ ഞാനൊരു മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി കുറച്ച് മഞ്ഞൾ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെച്ചതാണ്. ഇത് സവാളയും പച്ചമുളകും കൊത്തിയരിഞ്ഞതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മസാല ഒന്ന് പുളിവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണ്. ഇതിങ്ങനെ ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചാൽ മതി. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ 2-3 പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം, ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്താൽ മതി. പിന്നെ ഒരു 3 ചെറിയ ടൊമാറ്റോ പ്യൂരി, പിന്നെ കുറച്ച് പുളിവെള്ളം. ബ്രിഞ്ചാളെല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിവിടെ എടുത്തത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇനി നമുക്ക് സെയിം കടായി തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം എന്നിവയെല്ലാം ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. ഇത് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് വഴറ്റി കൊടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു കറിയാണ്. എന്നാൽ ഇത് തികച്ചും നോർത്ത് ഇന്ത്യൻ അല്ല. കുറച്ച് ഇതിൽ കായപ്പൊടി വരുന്നതുകൊണ്ട് കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ ടച്ചും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കായപ്പൊടിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ കായപ്പൊടി ഒഴിവാക്കിയാൽ മതി. ചില ആൾക്കാർക്ക് കായപ്പൊടിയുടെ സ്മെല്ല് അത്ര പിടിക്കില്ല. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നല്ല പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ കിടന്ന് മൂക്കണം. അതേസമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത മസാലയും മാറണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയും
പച്ചമുളകും ചെറുതായി അരിഞ്ഞത്. ഞാനിപ്പോൾ 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നമുക്കധികം എരിവ് ഇഷ്ടമില്ലാത്ത ഇതാണ്, അതുകൊണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിന് ആവശ്യാനുസരണം ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉള്ളിയുടെ പച്ചമണം ഒന്ന് നല്ലൊരു പിങ്കിഷ് കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി നല്ലൊരു മസാല ഒക്കെ നല്ലൊരു മണം വരുന്നവരെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച മസാല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇതിൻ്റെയും കൂടെ പച്ചമണം നന്നായിട്ട് മാറ്റണം. ഇത് നല്ലോണം പച്ചമണം മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റ് പിടിക്കും ഇതാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം നിങ്ങൾ നേരത്തെ 1/2 കപ്പ് ആക്കി വെച്ചല്ലോ, അത് കളയാൻ പാടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഞാൻ ജസ്റ്റ് ടൊമാറ്റോ ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഒരു 3 ചെറിയ ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 മതിയാവും, കാരണം പുളിവെള്ളം ചേർക്കുന്നതാണല്ലോ. ഈ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പുളിവെള്ളമാണ് എടുത്തത്. അതിലൊരു കുറച്ച് ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കാൻ എടുത്തിരുന്നു, ബാക്കിയിൽ കുറച്ച് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നോക്കിയിട്ട് പുളി നോക്കി ഒഴിച്ചാൽ മതി. പക്ഷേ പുളി ഒരുപാട് കൂടിയതിനെ കൊണ്ട് ഈ കറീൻ്റെ ടേസ്റ്റ് കുറയൊന്നും ചെയ്യില്ല, ടേസ്റ്റ് കൂടേ ഉള്ളൂ. കാരണം ബ്രിഞ്ചാളും പുളിയും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ബാക്കി വരുന്നത് വെള്ളം ചേർത്ത് പുളിയോ ഉപ്പൊക്കെ നോക്കി ബാക്കി വരുന്നത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് തിളച്ച വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പുളിവെള്ളം കൂടാതെ. പുളി ഞാൻ നോക്കിയിട്ട് കുറച്ച് കുറഞ്ഞപ്പം കുറച്ചും കൂടെ പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പുളിവെള്ളം മൊത്തം ഒഴിച്ച്, അത് നിങ്ങളുടെ കയ്യിലുള്ള പുളി അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് തിളച്ച് വരും, നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രിഞ്ചാളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബ്രിഞ്ചാളും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് ഞാൻ ബ്രിഞ്ചാളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പുളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ എണ്ണ നല്ലോണം തിളച്ചിട്ട് ഇതിൻ്റെ എണ്ണ സൈഡിലേക്ക് ഇങ്ങനെ വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവും. ഇത് കണ്ടോ, സൈഡിലേക്ക് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ കറി ഉണ്ടാവുക. ബ്രിഞ്ചാളുമായിട്ട് ആ മസാല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കറി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു ഐറ്റവുമായിട്ട് നെക്സ്റ്റ് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്